എൻ്റെ പേര് ജോസഫ് ജോയ് എന്നാണ്. ഞാൻ ജനിച്ചിരുന്നതും വളർന്നതൊക്കെ വടക്കിന്ത്യയിലാണ്. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ചെയ്തു. അതിനുശേഷം 4 വർഷം ജബൽപൂരിൽ മധ്യപ്രദേശിൽ വർക്ക് ചെയ്തു. അതിനുശേഷം 6 വർഷം ഞാൻ ഗൾഫിലായി. 1 വർഷം ബഹ്റൈനിലും 5 വർഷം ഖത്തറിലുമായിട്ട് വർക്ക് ചെയ്തു. ഖത്തറിലായിരുന്നപ്പോൾ അവിടെ വെച്ചാണ് വോൾവോയുടെ സർവീസിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവപ്രേരണ നൽകിയ പോലെ റിസൈൻ ചെയ്ത് ഞാൻ കൽക്കട്ടയിലേക്ക് കടന്നു വരുന്നു. അവിടെ ICPF എന്ന് പറയുന്ന കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിനോട് ചേർന്ന് അവരുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനമായിരുന്നു. ആ സംഘടനയിൽ 18 വർഷം ഞാൻ അവിടെയായിരുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ ഞാൻ. അപ്പോൾ പല ഫീൽഡിലും ഓൾമോസ്റ്റ് നോർത്ത് ഈസ്റ്റിൽ ഒരു 12 സംസ്ഥാനത്തിൻ്റെ ചുമതല എനിക്കുണ്ടായിരുന്നു. അവിടെയൊക്കെ യാത്ര ചെയ്യുവാനും അവിടെയൊക്കെ സേവനം ചെയ്യുവാനും അനേകരെ മോട്ടിവേറ്റ് ചെയ്യാനും ഡിസൈപ്പിൾ ചെയ്യാനും ബിൽഡപ്പ് ചെയ്യാനും അനേക ലീഡേഴ്സ് ആ ഏരിയയിൽ വാർത്തെടുക്കാൻ ദൈവം സഹായിച്ചു. 2018 ഞാൻ കൽക്കട്ടയിൽ വെച്ച് കുളിക്കാൻ നേരത്ത് വീണത്. ആ വീണപ്പോൾ തന്നെ എൻ്റെ സെർവിക്കലിൽ സ്പൈൻ ഇഞ്ചുറിയായി, മുഴുവൻ തളർന്നു പോയി, കഴുത്തിന് താഴോട്ട് പോയി. 14 ദിവസം അവിടെ കൽക്കട്ടയിൽ വെന്റിലേറ്ററായി കിടന്നു. അതിനുശേഷം എൻ്റെ പെങ്ങള് എന്നെ ബുക്കാറോ സ്കിൻ സിറ്റിയിൽ കൊണ്ടുപോയി. അവിടെ കുറച്ച് മാസങ്ങൾ കിടന്നതിന് ശേഷം ഒരു 10 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കേരളത്തിൽ ഇവിടെ എത്തുന്നത്. ഞാൻ ഇവിടെ എത്തുമ്പോൾ ഡയറക്റ്റ് കേരളമാണ് എത്തുന്നത്. എനിക്ക് ഭാര്യയും 2 മക്കളും ആയിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ വീഴുന്ന സമയത്ത് തന്നെ വൈഫിനും ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് ഡയഗ്നോസായി. അങ്ങനെ 10 മാസം മരണത്തോട് മല്ലിട്ടു. വൈഫും 6 മാസം ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ 2 വർഷം ജീവിച്ചു. 2020 ദൈവസന്നിധി ചേർക്കപ്പെട്ടത്. ഇപ്പോൾ മോനുണ്ട്, മോളുണ്ട്. മോന് കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിലായിരിക്കുന്നു. മോള് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട്. ഇതാണ് ചുരുക്കമായിട്ട് എൻ്റെ ഒരു പരിചയപ്പെടുത്തൽ. ഞാൻ ആദ്യം വന്നപ്പോൾ പാലാരിവട്ടം അടുത്തായിരുന്നു. അത് വളരെയധികം എനിക്ക് എന്നെ സ്വാധീനിച്ചു. കാരണം അവിടുത്തെ കെയർ വളരെ നല്ല, അവിടുത്തെ സ്റ്റാഫ് ഔട്ട് ഓഫ് ദ വേ പോയിട്ട് നമ്മളെ സഹായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം എന്നെ എടുത്ത് ഇരുത്തി, അന്ന് എന്തോ ക്രിക്കറ്റ് കളിയോ അതാണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്നെ ഇരുത്തിയ മെയിൻ സ്റ്റാഫ് ഞാൻ പറഞ്ഞു, ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്നെ കിടത്തിക്കോ, കുഴപ്പമില്ല, കളി കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞിട്ടും അവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കളി കഴിഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് കിടത്തി വെച്ചും പോയത്. അപ്പോൾ ദേ വർ റെഡി ടു വാക്ക് ആൻ എക്സ്ട്രാ മൈൽ ഫോർ കെയറിങ് ദ പീപ്പിൾ. ഒരു ദിവസം ഞാൻ എൻ്റെ അടുത്ത് കിടന്ന പേഷ്യൻറ്റിനെ ഞാൻ കണ്ട്, അതേ മെയിൻ സ്റ്റാഫ് തന്നെയാണ്. റൗണ്ടിനെ ചുമ്മാ വന്നതാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു എബ്നോർമാലിറ്റി പോലെ തോന്നി. വളരെ തന്നെ പുള്ളി ആ സാച്ചുറേഷൻ നോക്കി. ഇപ്പോൾ നോക്കിയപ്പോൾ അത് ഡൗൺ ആവുന്നു. അപ്പം തന്നെ ടപ്പാന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഡൗൺ ആയി പോകുന്ന പേഷ്യൻറ്റിനെ റിക്കവർ ചെയ്ത് എടുപ്പിച്ചു. എനിക്കെല്ലാമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. പക്ഷെ ഞാൻ അടുത്ത കട്ടിലേക്ക് കിടന്ന് ഇതെല്ലാം ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ദ വേ ദേ ടേക്ക് ദ ഔട്ട് ഓഫ് ദ വേ പോകുന്നത്, അത് അന്നത്തെ അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു മെൻ്റൽ ഇതും സമർപ്പണവും സേവന ഭാവനം ഇതൊക്കെയാണ് ഉള്ളത്. അതൊക്കെ എന്നെ വളരെയധികം പ്രേരിപ്പിക്കുകയും ചെയ്തു. ഞാൻ അനേകരോട് പറഞ്ഞു കാൻകറിനെ കുറിച്ച്. ഞാനിപ്പോൾ ഇത് 2ാമതും ഇങ്ങോട്ട് തന്നെ. ആക്ച്വലി ഞങ്ങളുടെ കുടുംബം തന്നെ 4 members വി വർ സെപ്പറേറ്റഡ്. 1.5 വർഷം ഞങ്ങൾ സെപ്പറേറ്റ് ആയിപ്പോയി. 1.5 വർഷം കഴിഞ്ഞിട്ടാണ് somehow we gathered together for some time. Like 2019 ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഒരുമിച്ച് വരുന്നത്. 19 end ഡിസംബർ ആയപ്പോഴത്തേക്ക് 2018 ഇത് സംഭവം. ബിക്കോസ് വൈഫ് ക്യാൻസറുമായിട്ട് 4th സ്റ്റേജിൽ ആയിരുന്നു. ഷി വാസ് ഇൻ കേരള, ഐ വാസ് ഇൻ കാൽക്കട്ട, മൈ സൺ വാസ് ഇൻ ബാംഗ്ലൂർ ആൻഡ് മൈ ഡോട്ടർ വാസ് സ്റ്റഡിങ് ഇൻ ക്ലാസ് 12. അപ്പോൾ ഞാൻ ബുക്കാറോയിലോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേന് ഡോട്ടർ വാസ് എലോൺ ഇൻ കാൽക്കട്ട. ഷി ഹാഡ് ടു കംപ്ലീറ്റ് ദ സ്റ്റഡീസ്. അപ്പോൾ 4 പേര് 4 ചിതറി. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടൈം. കാരണം അന്ന് വരെ എൻ്റെ മോള് ഞങ്ങളിൽ നിന്നൊന്നും മാറി തന്നിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നീട് എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അവൾ ഓടി വന്ന് പപ്പയോടോ അമ്മയോടാണ് കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഞങ്ങൾക്ക് 2 പേർക്കും
ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ അവളോട് പറയുന്നത് പപ്പയുടെ കാര്യം അമ്മയോട് പറയരുത്, അമ്മയ്ക്ക് വിഷമാവും. പിന്നെ പറയും അമ്മയുടെ കാര്യം പപ്പയോട് പറയരുത്, പപ്പയ്ക്ക് വിഷമാവും. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് അപ്പോൾ എൻ്റെ കാര്യം ആരോടാ പറയുന്നത്? So that was a very difficult time. But as a family, we stood together, we encouraged together. നമ്മൾ മെൻ്റലിയും ഇമോഷണലിയും ഞങ്ങൾ ബ്രേക്ക് ഡൗൺ ആയില്ല. അതൊരു ദൈവകൃപ. And we could support each other. ഇപ്പം ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇവിടെ കേരളത്തിലെ മക്കളൊന്നും നിൽക്കാറില്ല. നമ്മൾ അവരെ പിടിച്ചു നിർത്താനും ശ്രമിക്കാൻ പാടില്ല. അവൻ്റെ ഫ്യൂച്ചർ നോക്കണം. അപ്പോൾ ദേ മേ ബി ഗോയിങ് എബ്രോഡ്. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രായമുള്ളവരെ നോക്കാനായിട്ട് ഹോമിൽ വേറെ ആളെ നിർത്തി ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടവണ്ണം കെയർ കിട്ടത്തില്ല. കാരണം CCTV വെച്ചുമൊക്കെ അവർക്ക് കെയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദ പീപ്പിൾ ഹു കം മേ നോട്ട് ബി സിൻസിയർ. അപ്പോൾ അത് സഫർ ചെയ്യുന്നത് പേഷ്യൻസാണ്. അതിനെക്കാട്ടി ഫാർ ബെറ്ററാണ് ഇങ്ങനെയുള്ള സ്ഥാപനം. ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ കെയറും കിട്ടും, ഒരു ഹോംലി കെയറും ഇവിടെ കിട്ടും. അതാണ് ലക്ഷ്യമായിരിക്കണം. ഒന്നുണ്ട് ഓൾഡ് ഏജ് ഹോം ആൻഡ് അനദർ ഈസ് ലൈക്ക് പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സ്. അപ്പോൾ ഇത് രണ്ടിലും വ്യത്യാസമുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ ചിലപ്പോൾ നടക്കാനും എല്ലാം ചെയ്യാൻ, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കാം ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നത്. പക്ഷേ പാലിയേറ്റീവ് കെയറിലൊക്കെ വരുന്നത് അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതും വീടുകളിൽ അവർക്ക് പ്രോപ്പർ കെയർ കൊടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കെയർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം കേരളത്തിൽ ഇന്ന് വളരെയധികം ആവശ്യമാണ്. ഇതൊന്നല്ല, ഇനി അധികം വേണം. ടാസ് ടു കം അപ്പ് ബിക്കോസ് ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ ടൈം.